നമസ്കാരം. ഇന്ന് കാബ സുരേന്ദ്രൻജി ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ സത്യത്തിൽ ഗംഭീരമായിട്ട് ഒരുപാട് ചിന്തിക്കേണ്ട വസ്തുതകൾ ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഓരോ വരികളും നമ്മൾ ഹൃദിസ്ഥമാക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകൾ ചിന്തയിലേക്ക് ഇട്ടുകൊണ്ട് നമ്മൾ 100 വട്ടം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, പുരോഗമനക്കാർ സൃഷ്ടിച്ച കേരളത്തിന്റെ അടയാളങ്ങൾ. ഇന്നിപ്പോൾ കേരളം എന്ന് കേട്ടാൽ ഇവിടെ നിന്ന് കുഞ്ഞു മക്കളായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, യുവാക്കളായിക്കോട്ടെ, യുവതികളായിക്കോട്ടെ, ഇവരൊക്കെ ജീവനും കൊണ്ട് ഓടുന്ന ബുദ്ധിയുള്ളവർ കേട്ടോ, അല്പമെങ്കിലും ബുദ്ധി ശേഷിച്ചിട്ടുള്ള അടിമത്ത മനോഭാവം ഇല്ലാത്തവർ ഓടി രക്ഷപ്പെടുകയാണ് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതിലൊന്ന് വരുന്നു, 7ാം ക്ലാസ് കുട്ടികൾ മുതൽ ലഹരി ഉപയോഗിക്കുന്നവരായി. ഇതാണ് കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ആദ്യത്തെ അടയാളം. എന്താണ്? 7ാം ക്ലാസ് കുട്ടികൾ മുതൽ ലഹരി ഉപയോഗിക്കുന്നവരായി. ആരാണ് ഇതിന് കാരണം എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അതാണ് ഇവിടെ ഭരിക്കുന്ന പാർട്ടി. ആ ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന. ആ വിദ്യാർത്ഥി സംഘടനയിലൂടെ ലഹരികൾ നമ്മുടെ ക്യാമ്പസുകൾ പൂർണ്ണമായിട്ടും, ആ ക്യാമ്പസുകളും വിട്ടുകൊണ്ട് സ്കൂളുകളെ പൂർണ്ണമായിട്ടും ലഹരിയിൽ മുക്കി കൊന്നുകൊണ്ട് നമ്മുടെ യുവതലമുറയെ നശിപ്പിച്ച ആദ്യത്തെ അടയാളം, കേരളത്തിന്റെ അടയാളമാണ് ഈ കണ്ടത്. അതും പുരോഗമനക്കാർ സൃഷ്ടിച്ച കേരളത്തിന്റെ അടയാളം. ഇനി രണ്ടുപേരുന്നു, സഹപാഠികളുടെ സൗഹൃദത്തിന്റെ സ്ഥാനത്ത് ചെന്നൈക്കളുടെ ക്രൗര്യം വളർത്താൻ കഴിഞ്ഞു. ശരിയല്ലേ? നോക്കൂ, നമ്മൾ കണ്ടു വയനാട്ടിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു ചെറുക്കനെ, 22 വയസ്സുള്ള ഒരു കുഞ്ഞിനെ എത്ര ക്രൗര്യത്തോടു കൂടിയിട്ടാണ് തൻ്റെ കൂടെ ശയിച്ചിരുന്ന, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന റൂംമേറ്റ് പോലും, തൻ്റെ സഹോദര തുല്യനായിരുന്ന ആ റൂംമേറ്റ് പോലും കൂടി ചേർന്നുകൊണ്ട് അടിച്ചും ഒരിറ്റ് വെള്ളവും 3 ദിവസം ഭക്ഷണവും കൊടുക്കാതെ, ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ തല്ലി മൃഗീയമായി മൃദുപ്രായനാക്കി കെട്ടിത്തൂക്കിയതെന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ രണ്ടാമത്തെ ലൈൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സഹപാഠികളുടെ സൗഹൃദത്തിന്റെ സ്ഥാനത്ത് ചെന്നായ്ക്കളുടെ ക്രൗര്യം വളർത്താൻ കഴിഞ്ഞു. നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ, അതല്ലെങ്കിൽ വേണ്ട ഒരു 70-80കളിലൊക്കെ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, അന്നത്തെ ആ സൗഹൃദം ഇന്നും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മളൊക്കെ എത്ര വെമ്പലോടെ, എത്ര ആത്മാർത്ഥമായിട്ടാണ് നമ്മളതൊക്കെ കാത്തു സൂക്ഷിക്കാറ്. അത് തന്നെയാണ് അന്നത്തെ ആ സൗഹൃദവും ഇന്നത്തെ ക്രൗര്യതയിലേക്ക് മാറിയിട്ടുള്ള ആ കൂട്ടുകെട്ടുണ്ടല്ലോ, അത് ആരാണ് സംഭാവന ചെയ്തത്? അതും നമ്മുടെ പുരോഗമനക്കാർ സൃഷ്ടിച്ച കേരളത്തിന്റെ അടയാളമാണ്. ഇനിയോ വിദ്യാഭ്യാസത്തിലൂടെ സംസ്കാരം ലഭിക്കുന്നതിന് പകരം കൊള്ളരുതായ്മയും കള്ളത്തരങ്ങളും മാത്രം പഠിപ്പിക്കുന്ന ആ സംസ്കാരം. നോക്കൂ, ഇന്നിപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ കേരളത്തിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ അന്യ സംസ്ഥാനമായിക്കോട്ടെ, രാജ്യങ്ങളായിക്കോട്ടെ, അവർക്കൊന്നും വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. 100ൽ 100% ജയിച്ചുകൊണ്ട് ഇതാ എന്റെ കേരളത്തിലെ 100ൽ 100 ആളുകളും ജയിച്ചു എന്ന മേനി നടിക്കാൻ വേണ്ടി ഇവിടെ മലയാളം പോലും, മാതൃഭാഷ പോലും വായിക്കാൻ അറിയാത്ത, എഴുതാൻ അറിയാത്ത, അതല്ലെങ്കിൽ 1 മുതൽ 100 വരെ മര്യാദയ്ക്ക് എഴുതാൻ അറിയാത്ത, ഇനി വേണ്ട 1ഓ 2ഓ അക്കങ്ങൾ ചേർന്നിട്ടുള്ള ലക്ഷം എഴുതിയത് അത് വായിക്കാൻ പോലും അറിയാത്ത രീതിയിലേക്ക് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യം നമ്മൾക്കറിയാം. ലക്ഷം എന്ന സംഖ്യ പോലും കൂട്ടി വായിക്കാൻ അറിയാത്ത 5ഓ 6ഓ അക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് 1 2 3 4 5 6 എന്ന രീതിയിൽ വായിക്കുന്ന വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി, അഭ്യാസ മന്ത്രി അല്ല, ആഭാസ മന്ത്രിയാണ് എന്ന് നമ്മൾക്കറിയാം. അയാൾ ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത, അതായത് നിയമസഭ തല്ലിപ്പൊളിച്ച ക്രിമിനലുകളിൽപ്പെട്ട ഒരുത്തനാണ് എന്ന് കൂടി അറിയുമ്പോൾ അവന്റെ ആ മേന്മ അത്രയ്ക്ക് ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിലൂടെ സംസ്കാരം ലഭിക്കുന്നതിന് പകരം കൊള്ളരുതായ്മയും കള്ളത്തരങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് ഭരിക്കുന്ന ഈ വർഗത്തിന്റെ ഒരേ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. ദേശസ്നേഹത്തിന് പകരം ദേശവിരുദ്ധത വ്യാപിപ്പിച്ചു. സത്യമല്ലേ? നോക്കൂ, ജനഗണമന എന്ന് പറയുന്ന നമ്മുടെ ദേശീയ ഗാനമോ ദേശീയ പതാകയോടെ പോലും നമ്മുടെ മക്കൾക്ക് ഇന്ന് അഭിമാനത്തോടെ, ബഹുമാനത്തോടെ നോക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് ഒരേ ഒരു കാരണക്കാരേ ഉള്ളൂ. അത് തന്നെയാണ് ഈ പറയുന്ന മേലെ കൊടുത്തിരിക്കുന്ന പുരോഗമനക്കാർ സൃഷ്ടിച്ച കേരളത്തിന്റെ അടയാളങ്ങൾ എന്ന ആ ക്യാപ്ഷനിൽ പെടുന്നത്. കുടുംബ സങ്കല്പത്തിന് പകരം ലിവിങ് ടുഗദർ പ്രചരിപ്പിച്ചു. നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ ഇവിടെ കുടുംബം എന്ന് പറയുന്ന കൂടുമ്പോൾ ഇമ്പമുള്ളതിന് ഏത് രീതിയിലാണ് ഇന്ന് ഈ പുരോഗമനക്കാർ എത്തിച്ചത്? ഒരു സ്ത്രീയും ഒരു പുരുഷനും വന്നാൽ അതിന് സെക്സ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഈ പറയുന്ന കാമകേളികളിലൂടെ മാത്രമാണ് ഇവന്റെയൊക്കെ സംസ്കാരം വെളിയിലേക്ക് എടുക്കുക എന്നത്. കേരളത്തിന്റെ അതല്ലെങ്കിൽ ഭാരതത്തിന്റെ സംസ്കാരം അതാണ് എന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഏക സംസ്ഥാനം മാത്രമേ ഉത്തരവാദികളായിട്ടുള്ളൂ. ആ സംസ്ഥാനത്തിന്റെ പേരാണ് പുരോഗമനക്കാർ ഭരിക്കുന്ന ഈ അൽ കേരളം. ഇനിയും അധ്യാപകരെ ആദരിക്കുന്നതിന് പകരം അവരെ ആക്രമിക്കാൻ പഠിപ്പിച്ചു. നോക്കൂ, ഏറ്റവും കൂടുതൽ അധ്യാപകരെ ഇന്ന് വൃത്തിഹീനമായ രീതിയിൽ, അതല്ലെങ്കിൽ ഒരു സെക്സിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു സ്ത്രീ ആയിട്ടൊക്കെ ഇന്ന് കേരളത്തിൽ മാത്രമേ കാണാനാവുകയുള്ളൂ. ഒരു സംസ്കാരം എന്നുള്ളത് എങ്ങനെയാണ് നശിപ്പിക്കപ്പെടുക എന്നത് അധിനിവേശം മതസ്ഥർ എത്രയോ കാലങ്ങളായി ശ്രമിച്ചു കൊണ്ടിരുന്നതിന്റെ ഇന്നത്തെ അതിന്റെ ഫലമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ടും നടപ്പിലാക്കാൻ വേണ്ടി ഇവിടുത്തെ പിണറായി വിജയനായാലും ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് വലതുകളായാലും മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന അവർ അത് കൃത്യമായിട്ട് നടപ്പിലാക്കി എന്നുള്ളതിന്റെ
യാഥാർത്ഥ്യമാണ്. ഇന്ന് പുരോഗമനം എന്ന പേരിൽ ഇവിടെ നടപ്പിലാക്കപ്പെടുന്ന ആഭാസത്തരങ്ങൾ, അതിനുവേണ്ടി നമ്മുടെ കുരുന്നുകളെ, നമ്മുടെ മക്കളെ, വിദ്യാർത്ഥികളെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ എവിടെ എത്തി നമ്മുടെ ഈ നാടിന്റെ ആ ശോചനീയമായിട്ടുള്ള അവസ്ഥ എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഇനി കേരളത്തിന് ഒരു തിരിച്ചുപോക്കുണ്ടോ എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇവിടെ നിന്ന് എന്തുകൊണ്ട് കുട്ടികൾ ജീവനും കൊണ്ട് അന്യ സംസ്ഥാനമായിക്കോട്ടെ അന്യ രാജ്യങ്ങളിലൊക്കെ ചേക്കേറുന്നത് എന്നതിന്റെ ഉത്തരം കൂടി കിട്ടുന്നത്. ഉന്നത സ്ഥാനങ്ങളെ ബഹുമാനിക്കുന്നതിന് പകരം അവയെ അവഹേളിക്കാൻ ശീലിപ്പിച്ചു. വിയോജിക്കുന്നവരോടും ആദരവ് കാണിക്കുന്നതിന് പകരം അത്തരക്കാരെ ശത്രുക്കളായി കണ്ട് ആക്രമിക്കാൻ പഠിപ്പിച്ചു. അതായത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരുമ്പോൾ തന്നെ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ചിന്തകൾ, ഉത്തരങ്ങൾ കിട്ടുകയുള്ളൂ എന്ന ആ തത്വചിന്ത പോലും മറന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ തന്റെ ആശയങ്ങളെ ചോദ്യം ചെയ്താൽ അവിടെ കയ്യും കാലും വെട്ടുക, കൊലപ്പെടുത്തുക എന്ന അവസ്ഥയിലേക്ക് വിയോജിക്കുന്നവരോടും ആദരവ് കാണിക്കുന്നതിന് പകരം അത്തരക്കാരെ ശത്രുക്കളായി കണ്ട് ആക്രമിക്കാൻ പഠിപ്പിച്ചു. അതിനും ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ഇവിടത്തെ ഭരിക്കുന്ന പുരോഗമന വർഗക്കാർ എന്നത് മാത്രമേ ഉള്ളൂ. പരസ്പര സാഹോദര്യത്തിന് പകരം എന്തിലും ജാതി കണ്ടെത്താനുള്ള സങ്കുചിത മനസ്സ് സൃഷ്ടിച്ചു. നോക്കൂ, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലില്ല ഹിന്ദു രക്തം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിലുള്ളത് മനുഷ്യരക്തം മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ഇവിടത്തെ ഈ ഇടതുപക്ഷം, ഭരിക്കുന്ന ഈ ഇടതുപക്ഷം തന്നെയാണ് ഏറ്റവും കൂടുതൽ വർഗീയ ചേരിതിരിവും വർഗീയ കലാപത്തിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് ഇവിടെ സമൂഹത്തിൽ വർഗീയ ഭിന്നതകൾ സൃഷ്ടിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താനാവില്ല. പരസ്പര സാഹോദര്യത്തിന് പകരം എന്തിലും ജാതി കണ്ടെത്താനുള്ള സങ്കുചിത മനസ്സ് സൃഷ്ടിച്ചു. മത ബഹുമാനത്തിന് പകരം മതവിദ്വേഷം സർവ്വസാധാരണമാക്കി. കുറ്റകൃത്യങ്ങളിൽ അപമാനം തോന്നിപ്പിക്കേണ്ടതിന് പകരം അതിനെ കേമത്വത്തിന്റെ മാനദണ്ഡങ്ങളാക്കി. അതായത് ഇന്നിവിടെ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അതാണ് രാഷ്ട്രീയക്കാരന്റെ, അതല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന ഈ ഭരണവർഗത്തിന്റെ, ഇനി വേണ്ട നമ്മുടെ നാടിന്റെ നേതാക്കന്മാർ എന്ന് പറയുന്ന, അതല്ലെങ്കിൽ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന ആ വകുപ്പിലൊക്കെ പെട്ടവന്മാരുടെ അത് കേമത്തരങ്ങളാക്കി മാറ്റി. കുറ്റകൃത്യങ്ങളിൽ അപമാനം തോന്നേണ്ടതിന് പകരം അതിനെ കേമത്തമാക്കി മാനദണ്ഡമാക്കി മാറ്റിയത് ആര് എന്ന് ചോദിച്ചാൽ അതിനും ഒരേ ഒരു വർഗമേ ഉള്ളൂ. ആദ്യ രാഷ്ട്രീയ കൊലക്കേസ് പ്രതിയായിരുന്നവൻ ഭരിക്കുന്ന, കൊലയാളിയായിരുന്നവൻ ഭരിക്കുന്ന ഈ സംസ്ഥാനം തന്നെയാണ്, ഈ സർക്കാർ തന്നെയാണ് എന്നത് ആര് ചിന്തിച്ചു കഴിഞ്ഞാലും കുറ്റപ്പെടുത്താനാവില്ല. കാരണം ഇന്നും തലശ്ശേരി കോടതിയുടെ ഉള്ളറകളിൽ, റെക്കോർഡ് റൂമുകളിൽ ഉണ്ട് ആദ്യ രാഷ്ട്രീയ കൊലക്കേസ്. വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന തുന്നൽ തൊഴിലാളിയെ മഴ ഉപയോഗിച്ച് മൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്തിയ ആ കേസിലെ ഒരു പ്രതി പിണറായി വിജയനായിരുന്നു എന്ന റെക്കോർഡ് റൂമുകളിലുണ്ട്. പിന്നീട് സാക്ഷിമൊഴിവുകളുടെയും തെളിവുകളുടെയും അഭാവത്തിൽ പ്രതിപട്ടികയിൽ നിന്ന് പിണറായി വിജയൻ രക്ഷപ്പെട്ടെങ്കിലും ഒരിക്കലും മനുഷ്യ മനസ്സിൽ നിന്ന് ഈ പിണറായി വിജയൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. സഭ്യമായ ഭാഷയ്ക്ക് പകരം തെറിവിളി ജനകീയമാക്കി. ഇങ്ങനെ പലതുമായാണ് നവകേരളം സൃഷ്ടിച്ചത്. നവോത്ഥാന നായകർ സൃഷ്ടിച്ച സാംസ്കാരിക കേരളത്തെ സാംസ്കാരിക ശൂന്യരുടെ കേദാരമാക്കി സ്വാതന്ത്ര്യാനന്തരം നശിപ്പിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, പുരോഗമനക്കാർ. ഇവർ സൃഷ്ടിച്ച കേരളത്തിന്റെ അടയാളങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഇനിയും ഒരുപാട് അടയാളങ്ങൾ പ്രേക്ഷകർക്ക് തന്നെ നിർദ്ദേശിക്കാം. അത്തരത്തിൽ ഇതിൽ വിട്ടുപോയിട്ടുള്ള ആ അടയാളങ്ങൾ, പുരോഗമനവാദക്കാർ, പുരോഗമന ഭരണക്കാർ, ആദ്യ രാഷ്ട്രീയ കൊലക്കേസ് പ്രതികളൊക്കെ ഭരിക്കുന്ന ഈ കേരളത്തിൽ സൃഷ്ടിച്ച കേരളത്തിന്റെ അടയാളങ്ങൾ ഇനി പ്രേക്ഷകർക്ക് കമന്റായി രേഖപ്പെടുത്താം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.